അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഏറെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവമാണ്. നമുക്കുണ്ടായ ആ ഒരു മനോവിഷമം കാരണമാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ താമസിച്ചത്. എല്ലാവരും ദുആ ചെയ്യണം. 5 മക്കളുടെ കൂട്ടമരണം. കണ്ണീരിലായി പോയത് ആ കല്യാണപ്പന്തൽ. വിശ്വസിക്കാനായില്ല. വീട്ടിൽ വിളിച്ചു പറഞ്ഞതാ, നമ്മൾ സുഹൃത്തുക്കൾ 5 പേര് കല്യാണം കൂടാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഉമ്മ. കല്യാണം നമുക്ക് തകർക്കണം, അടിച്ചു പൊളിക്കണം. മക്കളുടെ ആ ഒരു സംസാരം, ആ ഒരു വാക്ക് ആ മാതാവിൻ്റെ ചെവിയിൽ നിന്നും മാഞ്ഞിട്ടില്ല. ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ ഏറെ സങ്കടപ്പെടുകയാണ്. നമ്മളിതെങ്ങനെ നിങ്ങളുടെ മുന്നിലെത്തിക്കുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ദാരുണമായിട്ടാണ് ഈ മക്കൾ മരണപ്പെട്ടു പോയത്. വെള്ളിയാഴ്ച രാത്രി 11:30 മണിക്കാണ് ആ ഒരു വാർത്ത കുടുംബത്തിലെത്തുന്നത്. ആ ഒരു വാർത്ത കേട്ടതും ആ കുടുംബത്തിലെ ആളുകളുടെ കണ്ണിൽ ഇരുട്ടാണുണ്ടായത്. എവിടേക്ക് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നട്ടം തിരിയൽ. പ്രിയപ്പെട്ടവരെ, കണ്ണൂരിലെ കൂടാലിയിലെ കുമ്പത്തുണ്ടായ അതിദാരുണമായ വാഹനാപകടം ആ ഒരു കുടുംബത്തെ മാത്രമല്ല, കേരളത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ മരണവാർത്തയായിരുന്നു അത്. 22ഉം 21ഉം വയസ്സുള്ള ചെറുപ്പക്കാരായ മക്കളാണ് അതിദാരുണമായി മരണപ്പെട്ടു പോയത്. വിവാഹത്തിൽ പങ്കെടുക്കാൻ അങ്ങ് ബാംഗ്ലൂരിൽ നിന്നും ഏറെ സന്തോഷത്തോടെ, ഏറെ ആഹ്ലാദത്തോടെ പുറപ്പെട്ടതായിരുന്നു 5 സുഹൃത്തുക്കളായ യുവാക്കൾ. ആ യാത്രയിൽ അവസാനമായി എടുത്ത ആ ഒരു സെൽഫിയാണ് നമ്മുടെയൊക്കെ മനസ്സ് പൊട്ടിപ്പോകുന്നത്. ഏറെ സന്തോഷത്തോടെ യാത്ര തിരിച്ച ആ 5 സുഹൃത്തുക്കളെയും വഴിയിൽ കാത്തുനിന്നത് അവരുടെ അതിദാരുണമായ മരണമായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 11:30 മണിയോടെ നാട്ടിലേക്കെത്താൻ ഇനി അരമണിക്കൂർ ദൂരം ബാക്കി നിൽക്കെ ആ ഒരു അതിദാരുണമായ സംഭവം അവിടെ നടക്കുകയാണ്. 11:30 മണിയോടെ ഇവർ സഞ്ചരിച്ച കാറ് നിയന്ത്രണം വിട്ട് റോഡരികിലെ ഒരു മരത്തിലിടിച്ചാണ് അപകടം സംഭവിക്കുന്നത്. ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ ആ കാറ് പൂർണ്ണമായും തകർന്നു പോയിരുന്നു. കാറ് തകർന്ന് തരിപ്പണമായതോടൊപ്പം കാറ് തീപിടിക്കുകയും ചെയ്തു. ആ ഒരു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വെള്ളമൊഴിച്ച് തീയണക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർക്കതിന് സാധിക്കുമായിരുന്നില്ല. തുടർന്ന് അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്നാണ് ഏറെ പ്രയാസപ്പെട്ട് ആ യുവാക്കളെ പുറത്തെടുത്തത്. എന്നാൽ ആ സമയത്ത് അതിലുള്ള 4 മക്കളാണ് മരണത്തോട് മല്ലടിച്ച് മരണപ്പെട്ടു പോയത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആദിത്യ പിന്നീടാണ് മരണപ്പെട്ടത്. അങ്ങനെ 5 സുഹൃത്തുക്കളും മരണത്തിന് കീഴടങ്ങി. മരണപ്പെട്ടിരിക്കുന്നത് ഷാൻ സിറാജ് 21 വയസ്സ്, മുഹമ്മദ് റിസ്വാൻ 22 വയസ്സ്, ആദിത്യ കൃഷ്ണദേവ് 22 വയസ്സ്, പരം ഛേത്രി 22 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടു പോയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആദിത്യ രക്ഷപ്പെടുമെന്നാണ് നമ്മളൊക്കെ കരുതിയത്. പക്ഷേ ഇന്നലെയോടെ ആ മോനും മരണത്തിന് കീഴടങ്ങി. ബാംഗ്ലൂരിലെ എഞ്ചിനീയറിംഗ് പഠനത്തിലാണ് ഈ 5 പേരും ഉറ്റ സുഹൃത്തുക്കളായത്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അവർ ഒരുമിച്ചൊരു വിവാഹ വീട്ടിലേക്ക് തിരിച്ചു. പക്ഷെ അവരുടെ ആ ഒരു യാത്ര അവസാന യാത്രയായിരുന്നു, പടച്ചറപ്പിലേക്കായിരുന്നു. ഒരു നിമിഷത്തെ അപകടം ഒരു കുടുംബത്തിൻ്റെ വെളിച്ചവും പ്രതീക്ഷയുമാണ് ഇല്ലാതായിപ്പോയത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം ആ കുടുംബത്തിന് വേണ്ടി. ആ കുടുംബം ഇന്നുള്ളത് വല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. പിന്നെ നമുക്ക് ഏറെ വേദനയോടെ നിങ്ങളെ അറിയിക്കാനുള്ളത്, കോട്ടയം കാഞ്ഞിരപ്പള്ളി ഇടക്കൊന്നം മുക്കാലയിൽ വീട്ടിൽ ബഷീർ കുഞ്ഞിൻ്റെ ഭാര്യ നസീമ ബീവി മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 60 വയസ്സാണ് പ്രായം. എല്ലാവരും ദുആ ചെയ്യണം. ഇന്ന് പുലർച്ചെ പെട്ടെന്നുണ്ടായ അസുഖത്തിലാണ് ഈ ഒരു സഹോദരി മരണപ്പെട്ടു പോയത്. ഇന്ന് ഞായറാഴ്ച വൈകിട്ട് ഖബറടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാവരും ആ സഹോദരിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക, ദുആ ചെയ്യുക. പടച്ചറബ്ബ് ആ സഹോദരിക്ക് മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. ആ ഒരു സഹോദരിയുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ഫാത്തിഹ വീതം മോദി മരണപ്പെട്ടുപോയവരുടെ ഖബറിലേക്ക് എത്തിക്കണം ഇൻഷാ അല്ലാഹ്. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മരണപ്പെട്ടുപോയ പൊന്നു മക്കളുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിന്, അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ചെറിയ മക്കളാണ് റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ.
സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മാഫിറത്തും മറഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമക്കളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.